ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. രണ്ടാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിന്റെ ലാലേട്ടന്റെ ഛോട്ടാ മുംബൈ എന്ന സിനിമയുടെ റീ റിലീസ് വലിയ ആഘോഷമായി നമ്മുടെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണല്ലോ. രണ്ടാഴ്ച തിയേറ്റർ റൺ പൂർത്തിയാക്കിയ സിനിമ തിയേറ്ററുകളിൽ നിന്ന് കളം വിടാനായിട്ട് ഇന്ന് പുതിയ സിനിമകൾ എത്തിയതോടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ ഛോട്ടാ മുംബൈ എന്ന സിനിമയുടെ കേരള കളക്ഷൻ കൊണ്ട് തന്നെ സിനിമ റീ റിലീസിൽ വിജയം കണ്ടെത്തുന്ന ഒരു കാഴ്ചയാണല്ലോ നാം കണ്ടത്. സിനിമയുടെ ബഡ്ജറ്റ്, ഷെയർ, റിപ്പോർട്ടെല്ലാം തന്നെ നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ലാലേട്ടന്റെ 4ാമത്തെ 4K റീമാസ്റ്റർ ചെയ്യപ്പെട്ട തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ഛോട്ടാ മുംബൈ. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ 2023 തിയേറ്ററുകളിലേക്ക് എത്തിയ സ്പടികം, കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ദേവദൂതൻ, മണിച്ചിത്രത്താഴ്, ഇപ്പോഴത്തെ ഛോട്ടാ മുംബൈ. ഈ പറഞ്ഞ 4 സിനിമകളും റീ റിലീസിലൂടെ വലിയ ലാഭമാണല്ലോ സിനിമകളുടെ നിർമ്മാതാക്കൾക്ക് നേടിക്കൊടുത്തത്. 4 മലയാളം റീ റിലീസ് സിനിമകളും ലാലേട്ടന്റെ ഹിറ്റ് സിനിമകളായിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ തന്നെ ലാലേട്ടന്റെ ഒരു സ്റ്റാർഡം ഏത് ലെവലാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുകയാണ്. ഇതിനിടയിൽ തൊട്ടപ്പുറത്തുള്ള ലാലേട്ടനോടൊപ്പം തന്നെ ചേർത്ത് പറയുന്ന ഇൻഡസ്ട്രിയിലെ മറ്റൊരു ബിഗ് എം കൂടിയായ മമ്മൂട്ടി ചേട്ടനിലേക്ക് വരികയാണെങ്കിൽ മമ്മൂട്ടി ചേട്ടനുമുണ്ട് 4 റീ റിലീസ് സിനിമകൾ. അതും തുടർച്ചയായുള്ള മാസങ്ങളിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തുടങ്ങി ഈ വർഷം ഫെബ്രുവരി വരെ 4 സിനിമകൾ റീ റിലീസ് ചെയ്തപ്പോൾ 4 സിനിമകളും നിരനിരയായിട്ട് തിയേറ്ററുകളിൽ തകർന്നടിയുന്ന, പരാജയപ്പെടുന്ന, ദുരന്തമാകുന്ന, പൊട്ടിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടത്. 4 സിനിമകളിൽ അല്പം ഭേദപ്പെട്ട കളക്ഷനാണ് ഒരു വടക്കൻ വീരഗാഥ നേടിയെടുത്തതെങ്കിൽ പോലും ഏകദേശം 2 വർഷത്തിലേറെയുള്ള റീമാസ്റ്ററിംഗ് വർക്കുകൾക്ക് ശേഷം എത്തിയതുകൊണ്ട് നല്ല ചെലവിലാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. എന്നാൽ അതിനൊത്ത ഒരു ലാഭം പോലും സിനിമ നേടിയെടുക്കാതെ പോകുന്ന കാഴ്ചയാണ് പ്രൊമോഷൻസോടെ എത്തിയിട്ടും സിനിമ കണ്ടത്. അപ്പോൾ ലാലേട്ടന്റെ റീ റിലീസ് ആ ഒരു തരംഗം, ആ ഒരു ആഘോഷം ഒന്നും തന്നെ മമ്മൂട്ടി ചേട്ടന്റെ റീ റിലീസ് സിനിമകൾക്ക് നേടിയെടുക്കാനേ കഴിഞ്ഞിട്ടില്ല. പാലേരി മാണിക്യം, അവനാഴി എന്നീ സിനിമകളുടെ റീ റിലീസ് വേണമെങ്കിൽ മാറ്റി നിർത്താം. അത് രണ്ടും പ്രത്യേകിച്ച് കാര്യമുള്ള സിനിമകളൊന്നും തന്നെയല്ല. എന്നാൽ ഇപ്പുറത്ത് ഒരു വടക്കൻ വീരഗാഥ, വെള്ളിയേട്ടൻ എന്നീ സിനിമകൾ ആഘോഷമാക്കേണ്ട സിനിമകളാണ്. എന്നാൽ ആഘോഷമാക്കാനായിട്ട് ആരാധകർക്ക്, മമ്മൂട്ടി ചേട്ടന്റെ ആരാധകർക്ക് പറ്റാതെ പോകുന്ന കാഴ്ചയാണ് നാം തിയേറ്ററുകളിൽ കണ്ടത്. ഇതിനിടയിൽ ലാലേട്ടനെ വിമർശിച്ചുകൊണ്ടിരുന്ന മമ്മൂട്ടി ആരാധകർക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ ഉൾട്ടയടിച്ച് പല കാര്യങ്ങളും തിരിച്ചു കിട്ടുന്ന ഒരു കാഴ്ചയാണല്ലോ നാം കണ്ടത്. ലാലേട്ടന്റെ പുതിയ സിനിമകൾ വിജയിക്കാത്തത് കൊണ്ടാണ് സ്പടികം എന്ന സിനിമ തിയേറ്ററുകളിൽ റീ റിലീസിൽ വിജയമായത്. അതല്ലെങ്കിൽ സ്പടികം പരാജയപ്പെട്ടേനെ എന്നായിരുന്നു ആ സമയത്തെ മമ്മൂട്ടി ആരാധകരുടെ ഒരു അഭിപ്രായം. പിന്നീട് നേരെ എന്ന സിനിമയുടെ വലിയ വിജയത്തിന് ശേഷം എത്തിയ ദേവദൂതനാണെങ്കിലും മണിച്ചിത്രത്താഴാണെങ്കിലും ഒരുപോലെ തന്നെ തിയേറ്ററുകളിൽ വിജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോഴത്തെ എമ്പുരാൻ, തുടരും എന്നീ സിനിമകളുടെ വലിയ ഇൻഡസ്ട്രി വിജയത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഛോട്ടാ മുംബൈ മറ്റ് റീ റിലീസ് സിനിമകളെ കടത്തിവെട്ടുന്ന ലെവൽ വലിയ അരവും സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്നാൽ മറുവശത്ത് മമ്മൂട്ടി ചേട്ടനാണെങ്കിൽ വിജയ സമയത്താണെങ്കിലും പരാജയ സമയത്താണെങ്കിലും ആരും റീ റിലീസ് സിനിമകളെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ലാലേട്ടൻ സിനിമകളുടെ റിപ്പീറ്റ് വാല്യൂ, ലാലേട്ടന്റെ ആ ഒരു ബോക്സ് ഓഫീസ് പവർ ഏത് ലെവലാണ് എന്ന് കാണിച്ചു തരുന്ന ഒന്നായിട്ട് ലാലേട്ടന്റെ റീ റിലീസ് സിനിമകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു.